സ്വരാജിനുണ്ടാക്കിയ തോൽവി സി പി എമ്മിനുണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല. കാരണം വളരെ ഒരു വലിയ തോൽവിയാണ് സ്വരാജിനുണ്ടായത്. കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായുള്ള വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. യു ഡി എഫ് ക്യാമ്പുകളൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ സി പി എമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കലഹം തുടങ്ങാൻ പോവുകയാണ്. കാരണം എം വി ഗോവിന്ദൻ മാഷിൻ്റെ RSS പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ രംഗത്ത് വരാനുള്ള സാധ്യതയായി കാണുന്നത്. അതോടൊപ്പം തന്നെ സ്വരാജ് ഈ 5 വർഷത്തിനിടെ 2 തോൽവി, അതായത് സി പി എമ്മിൻ്റെ തുടർഭരണം വന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടാമതും കേരള ചരിത്രത്തിലാദ്യമായി സി പി എമ്മിന് തുടർഭരണം വന്നതാണ്. അതിൽ പോലും സ്വരാജും, അതായത് 2 തോൽവികളാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ നാണക്കേടുണ്ടാക്കിയത്. ഒന്ന് കുണ്ട്ര മണ്ഡലത്തിലെ മേഴ്സിക്കുട്ടിയമ്മയുടെ തോൽവിയും മറ്റൊന്ന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ സ്വരാജിൻ്റെ തോൽവിയുമായിരുന്നു. സി പി എമ്മിന് ആ വിജയത്തിൻ്റെ തിളക്കത്തിനിടയിലും ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ തോൽവി വലിയ അപമതിപ്പ് ഉണ്ടാക്കിയ ഒന്നായിരുന്നു. അപ്പോൾ സ്വരാജ് സ്വന്തം നാട്ടിലും ഇപ്പോൾ വീണിരിക്കുന്നു. തൃപ്പൂണിത്തുറയുടെ സ്വന്തം MLA കെ ബാബുവിനെ 2016 അപ്രതീക്ഷിത പോരാട്ടത്തിൽ തോൽപ്പിച്ച് സി പി എമ്മിൻ്റെ ഒരു വലിയ ഗ്ലാമർ മുഖമായി മാറിയ, കണ്ണിലുണ്ണിയായി മാറുകയായിരുന്നു സ്വരാജ്. പക്ഷേ 2021 ബാബു തൃപ്പൂണിത്തുറ തിരിച്ചു പിടിക്കുകയായിരുന്നു. അന്ന് 2016 തോൽവിക്ക് ശേഷം കെ ബാബുവിന് വലിയ നാണക്കേടും ഉണ്ടാക്കി, ഒപ്പം തന്നെ മാനസിക പ്രയാസവും ട്രീറ്റ്മെൻറ്റുമൊക്കെ എടുക്കേണ്ടി വന്നിരുന്നു. ഇതിൻ്റെ പേരിൽ സ്വരാജ്, അതായത് ഈ രണ്ടാമത്തെ തോൽവിയിൽ 2021 കെ ബാബുവിനോടുള്ള തോൽവിയിൽ സ്വരാജ് സുപ്രീം കോടതിയിൽ വരെ പോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അന്തിമ വിധി ബാബുവിൻ്റെ വിജയത്തെ അംഗീകരിക്കുന്നതായിരുന്നു. ഈ കോടതി തോൽവിക്ക് പിന്നാലെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് എത്തിയത്. PV അൻവർ നിയമസഭാ അംഗത്വം രാജിവെച്ചപ്പോൾ തന്നെ സ്വരാജ് നിലമ്പൂരിലേക്ക് ഓടി, അവിടെ നിറഞ്ഞു. എന്നിട്ടും വമ്പൻ തോൽവിയായിരുന്നു ഫലം. ഇതോടെ സ്വരാജിൻ്റെ ജനകീയ മുഖം തളരുകയാണ്. അപ്പോൾ അതിനുള്ള കാരണം വിശദീകരിക്കുകയാണ് തൃപ്പൂണിത്തുറയിലെ സ്വരാജിൻ്റെ പഴയ എതിരാളിയായിട്ടുള്ള കെ ബാബു. വ്യക്തിപരമായി ജനങ്ങളുമായി സ്വരാജിന് ബന്ധമില്ല, സ്വരാജ് ഒരുതരം ജാട കലർന്ന സമീപനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സാംസ്കാരിക സാഹിത്യ നായകരെ കൊണ്ട് പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രം ആർക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജയം നേടാനാകില്ല എന്നും പറയുന്നു. വേണ്ടത് ജനങ്ങളുമായുള്ള വ്യക്തിബന്ധമാണ്. തൃപ്പൂണിത്തുറയുടെ പ്രിയ നേതാവായി ബാബുവിനെ മാറ്റിയതും ഇതേ വ്യക്തിബന്ധമാണ്. UDFിനോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് നിലമ്പൂരിലെ വിജയം വ്യക്തമാക്കുന്നതെന്ന് തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള കെ ബാബു വ്യക്തമാക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDFിൻ്റെ മിന്നും ജയത്തിന് പിന്നാലെയാണ് ബാബു UDF വിജയത്തിൻ്റെയും സ്വരാജിൻ്റെ തോൽവിയുടെയും കാര്യങ്ങൾ വിശദീകരിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിഹേഴ്സൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. കാരണം ഇപ്പോൾ ഒരു UDFിൻ്റെ ട്രെൻഡാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കുഞ്ഞാലി സാഹിബൊക്കെ വളരെ ആഹ്ലാദത്തിലാണ്. കാരണം അടുത്ത തുടർഭരണം ലഭിക്കില്ല, മറിച്ച് UDF അധികാരത്തിൽ വരും. അപ്പോൾ തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ കഴിയും എന്നുള്ള സന്തോഷത്തിലാണ് മുസ്ലിം ലീഗ്. നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ M സ്വരാജ് ജനങ്ങളുമായി വ്യക്തിബന്ധം സ്ഥാപിക്കാത്തത് കൊണ്ട് ഉണ്ടായ തോൽവിയാണ്. UDFിനോടുള്ള വിശ്വാസമാണ് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ടായി രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ തോൽവി വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിലുള്ള സർക്കാർ വിരുദ്ധ നിലപാടിൻ്റെ തോൽവി കൂടിയാണെന്നൊക്കെയാണ് കെ ബാബു പറയുന്നത്. വ്യക്തിപരമായി ജനങ്ങളുമായി ഒരു ബന്ധം പുലർത്തുന്ന നേതാവല്ല M സ്വരാജ്. പാർട്ടിയുമായി അടുത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അദ്ദേഹം. MA ബേബിയൊക്കെ പോലെ ഒരുതരം ബൂർഷ്വാ ചിന്താഗതിയുള്ളൊരു നേതാവാണ് സ്വരാജ്. സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടത് ഇടതുമുന്നണിയാണ്. അതിൽ അഭിപ്രായം പറയാൻ തനിക്കാകില്ലെന്നും കെ ബാബു വ്യക്തമാക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സ്വരാജ് ഇനിയെങ്കിലും ജനങ്ങളുമായി വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടെന്ന ഉപദേശം നൽകിയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ കെ ബാബു. അതോടൊപ്പം തന്നെ അന്ന് കെ ബാബുവുമായിട്ട് പരാജയപ്പെട്ടപ്പോൾ ഈ കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന M സ്വരാജിൻ്റെ ഹർജി തള്ളാൻ കോടതി ചൂണ്ടിക്കാട്ടിയത് തെളിവുകളുടെ അഭാവമായിരുന്നു. അയ്യപ്പൻ്റെ ചിത്രം പതിച്ച സ്ലിപ്പുകൾ വിതരണം ചെയ്ത് വോട്ട് പിടിച്ചു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു സ്വരാജ് ഉയർത്തിയിരുന്നത്. സ്വരാജിൻ്റെ ഹർജി നിലനിൽക്കുമെന്നായിരുന്നു കെ ബാബു ഇതിനെതിരെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി വിധി സുപ്രീം കോടതിയും ശരിവെച്ചിരുന്നു. എന്നാൽ ജസ്റ്റിസ് PG അജിത് കുമാർ പുറപ്പെടുവിച്ച 66 പേജുള്ള വിധിയിൽ പറയുന്നത് ബാബുവാണ് ഈ സ്ലിപ്പുകൾ അച്ചടിപ്പിച്ചതെന്നോ വിതരണം ചെയ്തതെന്നോ തെളിയിക്കാൻ പരാതിക്കാരനായ സ്വരാജിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള വിജയം. കെ ബാബുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റും മറ്റുള്ളവരും അയ്യപ്പൻ്റെ ചിത്രമുള്ള സ്ലിപ്പുകൾ അച്ചടിച്ച് വിതരണം ചെയ്തു എന്നായിരുന്നു സ്വരാജിൻ്റെ പരാതി. കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജൻ്റായിരുന്ന R വേണുഗോപാൽ 2021 ഏപ്രിൽ 4
ആനന്ദ് ഉദയൻ, നവീന്ദർ എന്നിവർക്കൊപ്പം തൃപ്പൂണിത്തുറ തെക്കുംഭാഗം മേഖലയിലെ സജിൽ രാജ്, ഷാൻ, ശേഖരൻ, രാജേഷ് എന്നിവരുടെ വീട്ടുകളിലെത്തി തെരഞ്ഞെടുപ്പ് സ്ലിപ്പുകൾ കൈമാറിയെന്നുമാണ് സ്വരാജ് പരാതിപ്പെട്ടത്. ഇതിൽ നിങ്ങളുടെ വോട്ട് അയ്യപ്പൻ എന്നെഴുതി അയ്യപ്പൻ്റെ ചിത്രവും ചേർത്തിരുന്നു. ഇതിന് താഴെയായി ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും ചേർത്ത് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നതായിരുന്നു സ്ലിപ്പിലുണ്ടായിരുന്നത്. സമാനമായ വിധത്തിൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരും കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരകരും തൃപ്പൂണിത്തുറയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള വീടുകൾ സന്ദർശിച്ച് സമാന രീതിയിലുള്ള സ്ലിപ്പുകൾ കൈമാറി. എന്നാൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ 127A വകുപ്പ് അനുശാസിക്കുന്ന വിധത്തിൽ ഈ സ്ലിപ്പിൽ അത് പ്രസിദ്ധീകരിച്ചവരുടെ പേര് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ബാബുവും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റുമാണ് അത് അച്ചടിച്ചതെന്നായിരുന്നു സ്വരാജിൻ്റെ വാദം. വലിയ തോതിൽ അയ്യപ്പ ഭക്തരുള്ള മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമവും ഉണ്ടായി. മതപരമായ ഇത്തരം കാര്യങ്ങൾ നിർമ്മിക്കുകയും അതുപയോഗിച്ച് വോട്ട് നേടുകയും ചെയ്യുക വഴി കെ ബാബു ജനപ്രാതിനിധ്യ നിയമത്തിലെ 123(3) വകുപ്പ് ലംഘിക്കുകയാണ് ചെയ്തത്. അതിനാൽ ബാബുവിൻ്റെ വിജയം റദ്ദാക്കണമെന്നും സ്വരാജ് ആവശ്യപ്പെട്ടു. ഇക്കാര്യം അറിഞ്ഞുടൻ തൻ്റെ പാർട്ടി പോലീസിൽ പരാതി നൽകിയെന്നും സ്വരാജ് പറയുന്നു. എന്നാൽ ആർ വേണുഗോപാൽ തൻ്റെ തെരഞ്ഞെടുപ്പ് ഏജൻ്റ് ആണെങ്കിലും തൻ്റെയോ അദ്ദേഹത്തിൻ്റെയോ മറ്റാരുടെയെങ്കിലും സമ്മതത്തോടെ ഇത്തരമൊരു സ്ലിപ്പ് അച്ചടിക്കുകയോ വിതരണം ചെയ്യുകയോ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ബാബുവിൻ്റെ വാദം. സ്ലിപ്പ് വിതരണം ചെയ്യുമ്പോൾ തനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവീക കോപം ഉണ്ടാകുമെന്ന് പറഞ്ഞതായ ആരോപണവും ശരിയല്ല. ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കുന്ന ഒന്നും താൻ ചെയ്തിട്ടില്ലെന്നും ബാബു വാദിച്ചു. ഇത്തരത്തിലൊരു പരാതി നൽകാനായി സ്വരാജ് തന്നെ അച്ചടിപ്പിച്ചതാണ് ആ സ്ലിപ്പ് എന്നായിരുന്നു ബാബുവിൻ്റെ വാദം. ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്ലിപ്പ് വിതരണം ചെയ്തത് ബാബു ആണോ എന്നുള്ളതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. അപ്പോൾ അതിലില്ലെന്നായിരുന്നു അതിൻ്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് വോട്ട് തേടിയെന്ന എം സ്വരാജിൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കെ ബാബുവും പ്രതികരിച്ചു. മണ്ഡലത്തിൽ ഒരിടത്തും UDF അയ്യപ്പൻ്റെ പേരിലുള്ള സ്ലിപ്പുകൾ പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നും ബാബു പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽ CPM കുപ്രചാരണങ്ങൾ ആരംഭിച്ചതാണ്. എന്നാൽ ജനകീയ കോടതിയിൽ ജനങ്ങൾ തന്നെ വിജയിച്ചു. മാന്യമായ രീതിയിൽ പ്രചരണം നടത്തിയാണ് വിജയിച്ചത്. എന്നാൽ ഇടതുപക്ഷം ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. നിരന്തരമായ സൈബർ ആക്രമണങ്ങളിലൂടെ തന്നെ തേജോവധം ചെയ്യാനുള്ള ശ്രമങ്ങൾ വില പോകില്ല എന്നും പറയുന്നു. CPMൻ്റെ സൈബർ ആക്രമണങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണെന്നും ബാബു അന്ന് പ്രതികരിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 992 വോട്ടുകൾക്കാണ് കെ ബാബു LDF സ്ഥാനാർത്ഥിയെ, അതായത് അന്ന് 2016 ബാബുവിനെ സ്വരാജ് 4471 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ 992 വോട്ടുകൾക്കാണ് കെ ബാബു സ്വരാജിനെ പരാജയപ്പെടുത്തിയത്. ബാർക്കോഴ വിവാദം ആഞ്ഞടിച്ച സമയമായിരുന്നു അത്. 25 വർഷം ബാബു തുടർച്ചയായി MLA ആയിരുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ബാർക്കോഴയിൽ തെളിവൊന്നുമില്ലെന്ന് പിന്നീട് CPM സർക്കാർ തന്നെ സമ്മതിച്ചതുമാണ്. ബാർക്കോഴയിൽ KM മാണി കുറ്റം ചെയ്തില്ലെന്ന് സംബന്ധിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുമുന്നണിയിലേക്കും CPM എടുത്തുവെന്നുള്ളതാണ് രാഷ്ട്രീയപരമായ യാഥാർത്ഥ്യം. അപ്പോൾ ഈ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു തോൽവി വരുന്നത്. 2016 4471 വോട്ടുകൾക്കാണെന്ന് സ്വരാജ് തോൽപ്പിച്ചത്. പക്ഷേ 2021 വന്നപ്പോൾ ബാബു അത് തിരിച്ചു പിടിച്ചു. 25 വർഷം തുടർച്ചയായി MLA ആയിരുന്ന മണ്ഡലമാണ് 2016 ഇത്തരത്തിൽ സ്വരാജ് പിടിച്ചത്. പക്ഷേ സ്വരാജിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 2 പരാജയങ്ങൾ, അദ്ദേഹത്തിന് ജനങ്ങളുമായി നേരിട്ട് ബന്ധമില്ലെന്നടക്കമുള്ള കാര്യങ്ങൾ, മുഖ്യമന്ത്രിയും മറ്റ് എല്ലാ മന്ത്രിമാരും CPMൻ്റെ എല്ലാ സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ചെങ്കിലും ഭൂരിപക്ഷം പോലും കുറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് CPMനെ വിഷമവൃത്തത്തിലാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.